2024 ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വയനാട് ദുരന്തമാണ്. കാരണം മണ്ണിനടിയിൽ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ പോലും കിടക്കുന്നത്. മണ്ണിനടിയിലാണ്, അറിയുന്നില്ല ആരൊക്കെ എവിടെയൊക്കെ കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു രൂപവും ഇല്ല. ആ രീതിയിലുള്ള ഒരു വലിയ ദുരന്തം നമ്മുടെ കേരളം കണ്ടു. ഇന്ത്യ കണ്ടതിൽ തന്നെ വെച്ച് നോക്കിയാൽ അത്രത്തോളം വലിയൊരു ദുരന്തമാണിത്. ഏതായാലും ഒരു 153 ദിവസത്തിനകം ഇത് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വീണ്ടും വിചാരമുണ്ടായി. അതായത് അതിതീവ്ര ദുരന്തം എന്ന് പ്രഖ്യാപിക്കാനായിട്ട്. അതിൻ്റെ പ്രഖ്യാപന നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞായിട്ടും അത് പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ഇവരുടെ പണമൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ആർക്കും. അത് യഥാർത്ഥത്തിൽ കോർഡിനേറ്റ് ചെയ്തതുപോലും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കോർഡിനേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ 100 വീടുകളൊക്കെ വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പല സംഘടനകളും ഒക്കെ ഉണ്ട്. കാരണം അത് അവരുമായിട്ടൊന്നും ബന്ധപ്പെടുന്നതോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ആരെയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ പലരും ഇപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്, ആ വാഗ്ദാനങ്ങളിൽ നിന്ന്. കാരണം എന്താണെന്നറിയോ, അവരുടെ സമയത്ത് വാങ്ങില്ല. ഇതാണ് കാരണം. അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ പാവങ്ങൾക്ക് കിട്ടിപ്പോയനെ. കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ പിച്ചച്ചട്ടിയും കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ രീതിയിൽ നടന്നു പോയനെ. അതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് വേണം ഇവിടെ ചെയ്യാൻ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ ഈ 153 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മനസ്സിലായത് ഇത് അതിതീവ്ര ദുരന്തമാണെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്. അന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ മനസ്സിലായി അതിതീവ്ര ദുരന്തമാണെന്ന് മനസ്സിലായി. ഏതായാലും നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ 2024 എന്ന് പറയുന്നത് ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ പക്ഷേ ചില നന്മകളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാനില്ല. ഒരുപാട് മരണങ്ങളും ഉണ്ടായി. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് അദ്ദേഹം മരണപ്പെട്ടു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആണ് എന്ന് വേണം നമ്മൾ പറയാൻ. അദ്ദേഹത്തിനെ കഴിഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിലാണ് സൗമ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു, മരണത്തിന് കീഴടങ്ങി. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ കഥാകാരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന MT വാസുദേവൻ നായർ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആളാണ്. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഇതുപോലെ പല ആളുകളും നമ്മളെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഞാൻ ഒരു അമേരിക്കൻ ട്രിപ്പും ഒരു 1-2 യൂറോപ്യൻ ട്രിപ്പും എല്ലാം ഞാൻ നടത്തിയിരുന്നു. ആ യാത്രകളൊക്കെ നടത്തി. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമാണ്. ഇപ്പോൾ ആർക്കും ഒരു പർച്ചേസിങ് പവർ ഇല്ലാതായി, ആ രീതിയിലായി. ഇല്ല, കോവിഡിന് ശേഷം ഉണ്ടായതാണ് ഇതെല്ലാം മുഴുവൻ. ഇപ്പോൾ ആരുടെയിലും പണമൊന്നുമില്ല, ആരും പർച്ചേസ് ചെയ്യുന്നില്ല, പർച്ചേസിങ് പവർ ഇല്ല. ആ രീതിയിലേക്ക് പോയി. കച്ചവടക്കാർ, വ്യാപാരികളും ഒക്കെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ കടകളിൽ പോയി സാധനം വാങ്ങാൻ ഒരുപാട് പേരും തയ്യാറാവുന്നില്ല. എല്ലാം ഓൺലൈൻ വ്യാപാരങ്ങളാണ് കൂടുതലും. അങ്ങനെ വന്നപ്പോൾ കച്ചവടക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടായി. കച്ചവടം കൊണ്ടൊന്നും ഇപ്പോൾ വലിയ മാർഗമില്ലാതായി. അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ബിസിനസ് വേണം, എന്തെങ്കിലും മൾട്ടിനാഷണൽ ഏതാണെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും വേണം. ഇതില്ലാതെ ഈ ചെറുകിട കച്ചവടക്കാരെല്ലാം കഷ്ടത്തിലാണ്. വ്യാപാരി വ്യവസായികൾ മുഴുവൻ കഷ്ടപ്പാടിലാണ്. അതിപ്പോൾ ആ കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ 2025 വരുമ്പോൾ നമുക്ക് 2025 വരവേൽക്കാം. വരട്ടെ, ഒരു നല്ല ഒരു പുതുവർഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ഞാൻ നേരുകയാണ്. ഒരു സമ്പൽ സമൃദ്ധമായ, നമുക്ക് വളരെ ഭംഗിയുള്ള, നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു 2025 എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.